നമസ്കാരം. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിലെ മിന്നൻ താരവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്റ്റാർ എന്നല്ല താരങ്ങൾ അല്ലേ, സ്റ്റാർ അല്ല നമുക്ക് വേണ്ട താരങ്ങളാണ്. ആ താരങ്ങൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു താരം, അത് ശരിക്കും പറഞ്ഞാൽ വോഡോഫോൺ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലൂടെ വന്ന് മണിച്ചേട്ടനോടൊപ്പം ലോകമെമ്പാടും യാത്ര ചെയ്ത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മിമിക്രിക്കാരൻ എന്ന് വിളിക്കണോ, എഴുത്തുകാരൻ എന്ന് വിളിക്കണോ, അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന് വിളിക്കണോ, അങ്ങനെ കുറേ പേരുകൾ വേണം വിളിക്കാം. അങ്ങനത്തെ ഒരു സകലകല വല്ലഭൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന എൻ്റെ സ്വന്തം അനുജൻ അജിത്ത് കോഴിക്കോട്. അജിത്ത് തരില്ല, കയ്യില്ല, ഇവിടെ മൊത്തം സാനിറ്റൈസർ. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം അറിയാമല്ലോ. അപ്പം ഈ സമയത്ത് വിശേഷം എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പോൾ ഒരു കൊല്ലമായി നമുക്കല്ലേ, 1.5 കൊല്ലം പോകുന്നു സ്റ്റേജ് ഷോ മാറിയിട്ട്. പിന്നെ ചാനൽ ഷോസ് കുറച്ചുണ്ട്. അതിൽ ഞാനിപ്പോൾ സ്ക്രിപ്റ്റാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അജിത്ത് കൊറോണ സമയത്ത് ഒക്കെ, ലോക്ക്ഡൌൺ സമയത്തൊക്കെ അജിത്ത് നന്നായിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. വേറെ കലാകാരന്മാർക്ക് ഇല്ലാത്ത പൈസ. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി. അങ്ങനല്ലേ ചോദിച്ചേ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കി. കണാരോണം എന്ന് പറഞ്ഞ ഇത് ചെയ്തില്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? കണാരോണം അല്ലേ? കണാരോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. അജിത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത്ത് ശരിക്കും ഒരു നിമിഷ കവി എന്നൊക്കെ വേണം വിളിക്കുക. അപ്പം തന്നെ ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ ഒരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പാട്ട് എഴുതും അല്ലേ? എങ്ങനെയാ കഴിവുണ്ടായിരുന്നു? ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. കാരണം പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞ് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അത് ഞാൻ ചിലപ്പോൾ പലതും ചോദിച്ചു. മിന്നും താരം എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളിവിടെ മിന്നും താരമാണ്. നീ ഇന്നത്തെ മിന്നും താരം അജിത്താണ്. സന്തോഷം. എന്തായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, അജിത്തിന്റെ വീട്ടിലാരൊക്കെയാണ്? വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. വൈഫിന്റെ അമ്മയുണ്ട്, എന്റെ ചേട്ടനുണ്ട്. ഇല്ല, ഇതുണ്ട്, എന്റെ ചേട്ടനുണ്ട്. ദൈവത്തെ ഓർത്ത് കട്ട് ചെയ്ത് കളയരുത്. കാരണം ഞാൻ എല്ലാ ഇതുപോലെ കുറച്ച് ഇന്റർവ്യൂസിൽ ഞാൻ പോയിട്ടുണ്ട്. അതിലെല്ലാം ലാസ്റ്റ് ചേട്ടന്റെ പേര് പറയുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. അവൻ പറയും, നീ എന്റെ പേര് മാത്രം പറയില്ല, ബാക്കി എല്ലാവരും പേര്. ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. രഞ്ജു അതിന്റെ ചേട്ടനാണ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഇനി നിനക്ക് കട്ട് ചെയ്യുന്ന പേടിക്കണ്ട. രഞ്ജു, സുഖമാണോ? ഹാപ്പി അല്ലേ? ഓക്കെ, പറ. മതി. സന്തോഷം. മക്കളുടെ പേര് ആവണി, അനുഗ്രഹ. ഈ പേര് രണ്ടുപേർക്ക് അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താ? ആവണി എന്നുള്ള പേര് ഞാനിട്ടാണ്, അനുഗ്രഹ എന്നുള്ള പേര് എൻ്റെ വൈഫ് ഇട്ടാണ്. പക്ഷെ അവളെ വിളിക്കുന്നത് കുഞ്ഞാഞ്ഞാന്നാണ്. കുഞ്ഞാഞ്ഞ മണിച്ചാണ്ടൻ എനിക്ക് ഓർമ്മ വന്നത്. പഠിച്ചാണ്ട് ഇതിലൊക്കെ കുഞ്ഞാഞ്ഞ. അല്ല, ഇത് ഫസ്റ്റ് ആവണി മൂത്തമോളാണല്ലോ. അപ്പം കുഞ്ഞാവണി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും. മാറി അങ്ങനെ കുഞ്ഞാഞ്ഞിയായി. അടിപൊളി. എന്തായാലും ഞാൻ അജിത്ത്, നമുക്ക് കുറച്ച് ചെറിയ പരിപാടികളുണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഇതിനൊരു പേരിടാറുണ്ട്. അതിന്റെ ഒരു ഭാവനയിൽ എന്തായിരിക്കും പേര്? ജിൻഡോക്കുടം. നീ വയറുകൊണ്ടിട്ടാണോ പറഞ്ഞത്? അല്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട് തോന്നിയതാണോ? എടാ, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നത് 6 pack ആണത്. അതെ, കണ്ടാൽ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. എന്താ കുഴപ്പം? കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് ലാസ്റ്റ് ജിൻഡോക്കുടമായി മാറും. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അവസാനം എന്നെ പൊങ്കാലിടല്ലേ? പൊങ്കാലം എന്തായാലും ഇടും. ഒരെടുത്തു എന്താ എഴുതിയേക്കുന്നത് നോക്കട്ടെ. കുസൃതി ചോദ്യം. ഓക്കെ, ഞാൻ അയത്തിന് എൻ്റെ കുസൃതി ചോദ്യങ്ങളൊക്കെ അയത്തിന് അറിയായിരിക്കാം. പിന്നെ പക്ഷെ എന്നാലും ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം. ഉത്തരവാണ് എനിക്ക് വേണ്ടത്. അറിയാവുന്നതാണെങ്കിൽ പറയാം. അല്ല, അറിയാവുന്നെല്ലാം പറയണം. ഓക്കെ, ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് വെക്കുക. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. കുസൃതി ചോദ്യം കേട്ടോ. എനിക്ക് മനസ്സിലായി, പക്ഷെ പെട്ടെന്ന് കിട്ടണേ. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. സ്ഥലം മാറും തോറും പേര് മാറുന്ന വസ്തു. ഒരു വസ്തുവാണോ? വസ്തു എന്ന് വെച്ചാൽ ഒരു സംഭവം, അത്രേ ഉള്ളൂ. അല്ല, സംഭവം എന്ന് പറയുന്നത് മനസ്സിലായില്ല. വസ്തുവാണോ അല്ലെങ്കിൽ വസ്തു നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ സംഭവമാണോ? കയ്യിലെടുക്കാം. എന്നിലുണ്ട്, ഇരിക്കുന്ന എല്ലാവരിലുണ്ട്, കാണുന്ന പ്രേക്ഷകരിലുണ്ട്. സ്ഥലം മാറുന്തോറും പേര് മാറുന്ന വസ്തു. സ്ഥലം മാറുന്നവരും പേര് മാറുന്ന വസ്തു. ഇത്ര ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. പൊട്ടി. എടാ, രോമം ഇത്രേ ഉള്ളൂ. ഈ രോമം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീശാന്ന് വിളിക്കും. തലമുടി ഇവിടെ വന്നു കഴിഞ്ഞാൽ മുടിയെന്ന് വിളിക്കും. കാലേ വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ രോമം എന്ന് വിളിക്കും. എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അജിത്ത് എന്ന് പറഞ്ഞ കലാകാരൻ, പാട്ടുകാരനാണ്. നല്ല പാട്ടുകാരൻ എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും എന്നെ കുറിച്ച് ഞാൻ പറയില്ല. അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം അതിൻ്റെ ഒരു എക്സ്ട്രീം എനിക്ക് ദൈവം തന്നിട്ടില്ല. എല്ലാത്തിനും കുറച്ച് കഴിവുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അഹങ്കരിച്ച് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ നല്ല പാട്ടുകാരനാണെന്നോ
ഞാൻ നല്ല മ്യൂക്രിക്കാരനാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കാരണം ഞങ്ങൾ മണികിലുക്കം എന്ന് പറഞ്ഞ ഷോയിൽ ഞാനും അജിത്ത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ അജിത്ത് മണിച്ചേട്ടൻ എപ്പോഴും പറയും, അജിത്ത് അജീഷ് ഏട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ അവർ വിളിക്കും എന്ന് പറയും. ഇതിനെ വിളിച്ച മണിച്ചേട്ടൻ എപ്പോഴും സപ്പോർട്ടിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ടാലോ? അജിത്ത് പാടിയിട്ടുള്ള, അജിത്ത് നീ എഴുതിയേക്കുന്ന പാട്ടുകളുണ്ട് കുറേ അല്ലേ? അജിത്ത് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അജിത്ത് ശരിക്കൊരു പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് എഴുതുന്നൊരു ഗായകനാണ്, കലാകാരനാണ്, ഒരു എഴുത്തുകാരനും കൂടിയാണ്. അജിത്ത് എഴുതിയ ഒരു പാട്ടൊന്നും ഒരു 4 വരി പാടാൻ പറ്റും? ഞാൻ എഴുതിയ പാട്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യണ്ട, നമുക്ക് ഇത് നമ്മുടെ മിന്നും താരത്തിലുള്ള പ്രേക്ഷകർ കാണട്ടെ. അത് നമ്മുടെ ചെമ്പരം തന്നെ പാടി. ഓക്കെ, മാനത്തെ ചെമ്പരുന്തല്ലേ? ഞങ്ങളെപ്പോഴും പാടിക്കുന്ന, ഞങ്ങളുടെ യാത്രാവേളയിലൊക്കെ ഞങ്ങൾ സ്ഥിരം പാടിക്കുന്ന പാട്ടാണ് മാനത്തെ ചെമ്പരുന്ത്. അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു കഥയുടെ ഒരു? ഒന്നുമില്ല, നമ്മുടെ മനുഷ്യൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു വേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു എന്തോരം അഹങ്കരിക്കുന്നു, അതുപോലെ തന്നെയാണ് പരുന്തും അല്ലേ? ആകാശത്തിലൂടെ ഏറ്റവും മേളിൽ പറക്കാൻ പറ്റിയ പരുന്തിൻ്റെ ചിറകൊടിഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴേക്ക് എത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തൊരു ഉദാഹരണത്തിന് കൊറോണ വന്നാൽ മതി, ഒരു മനുഷ്യനെ അടുക്കുന്നുണ്ടോ ആരുടെ അടുത്തെങ്കിലും? ഇല്ല, എല്ലാവരും വിട്ടുപോകല്ലേ? അതാണ് ഇതിൻ്റെ. ഇത് എഴുതിയ വർഷം മുന്നെയാണ്, കൊറോണ വരുന്നതിന് മുന്നേ എഴുതിയാണ്. ഈ പാട്ട് മണിച്ചേട്ടൻ പാടണമെന്ന്? അതെ, മണിച്ചേട്ടനോട് പാടിക്കണമെന്ന് ആഗ്രഹിച്ച പാട്ടാണ്, പക്ഷെ പാടിക്കാൻ പറ്റിയില്ല. മാനത്തെ ചെമ്പരുന്തേ മനസ്സിങ്ങനെ വിങ്ങണതെന്തേ, മാറത്തെ മൂടി മറയ്ക്കും തൂവലുകൾ പൊഴിഞ്ഞു പോയോ, അല തല്ലുമീ തിരകൾ പോൽ മനമിളകി മറിയുന്നുവോ, മനശാന്തി നേടുവാനായി ഹൃദയം കൊതിക്കുന്നുവോ, മാനത്തെ ചെമ്പരുന്തേ മനസ്സിങ്ങനെ വിങ്ങണതെന്തേ, മാറത്തെ മൂടി മറയ്ക്കും തൂവലുകൾ പൊഴിഞ്ഞു പോയോ. അങ്ങനെ പോണ പാട്ടാണ്. നല്ല അടിപൊളി പാട്ടാണ്. ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമുക്ക് ഇപ്പം അജിത്തിന് ഇത് ആരെങ്കിലും കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സംസാരിച്ച് നമുക്ക് പാടിക്കാം. എനിക്ക് ഒത്തിരി പേരുണ്ടല്ലോ. നമ്മുടെ അജീഷ് കോട്ടയത്തും കൊണ്ട് താളമില്ലെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അജീഷ് കോട്ടയത്ത് താളമില്ലെന്ന് അല്ല, എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അജീഷ് ചേട്ടൻ കൊണ്ട് നമുക്ക് പാടിക്കാം. അജീഷ് ചേട്ടൻ നമ്മൾ വിളിച്ച് ഓടി വരും. അതെ, അജീഷ് ചേട്ടനെ കൊണ്ട് നമുക്ക് പാടിക്കാം. മണിച്ചേട്ടൻ പാടുന്നതെന്ന് ചെറിയ മണിക്കിനെ കൊണ്ട് പാടിക്കാം. ഞങ്ങൾ ശരിക്കും അജീഷ് ചേട്ടനെ കളിയാക്കി വിളിക്കും. അല്ല, ആ ഒരു വോയിസേ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് വോയിസാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇല്ലെങ്കിൽ എനിക്കിനെ പാടിയാൽ പോരെ. ഈ പാടി ഞങ്ങൾ സഹിക്കണ്ടേ? അതെ, ഞാൻ പാടിയിട്ട് ഇപ്പൊ കണാരോണത്തിന് ഞാൻ പാടിയപ്പം എല്ലാവരും മണിച്ചേട്ടന് വേണ്ടി മണിച്ചേട്ടന് വേണ്ടി കണാരോണത്തിൽ അജിത്ത് പാടിയ പാട്ട് പാരഡി പാട്ടാണ്. അത് ഏതാണെന്ന് നമുക്കിപ്പോൾ കേൾക്കാം. അതിന് മുമ്പ് ഇതിന് ചെറിയൊരു പണി കൊടുക്കാറുണ്ട്. ഈ മനുഷ്യൻ പിച്ചക്കാരനെ പോലെ പറഞ്ഞ് ഇങ്ങനെ ആട്ടി വരുന്നുണ്ടല്ലോ. എന്താണ് ഈശ്വര അടുത്ത പണി? എന്താണ് അതെന്റെ വളയാണ്. കവിത ചൊല്ലുക. അമ്മേ, കവിത സ്വന്തമായിട്ടൊരു കവിത ഉണ്ടാക്കുകയാണ് ഞാൻ. പ്രത്യേകിച്ച് പെട്ടെന്ന് കവിത ഉണ്ടാക്കാൻ പറ്റിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, പോകുന്നതിന് മുമ്പ് മിന്നും താരത്തെ കുറിച്ച് നല്ലൊരു 4 വരി നീ എഴുതിയിട്ട് പോകാൻ പാടുള്ളൂ. അത് പാടിത്തരും. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ളൊരു കവിത ചൊല്ലിക്കാം. പെട്ടെന്ന് പറഞ്ഞാലേ ഈ കവിത ഒന്നും കിട്ടില്ല. എനിക്ക് അങ്ങനെ അല്ല, അറിയാവുന്ന കുഴപ്പമില്ല, നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത് കവിത ഇതാണ് ടാസ്ക്. അതാണ് ഈ കൊടുത്തിട്ട് കൈയിടാൻ ഞാൻ പറഞ്ഞ. എല്ലാവരും ചിന്തിക്കും 12 മക്കളെ പെറ്റൊരമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നു. എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല, അതാണ് ഈ കൊടുത്തി കൈയിടുന്ന സൂക്ഷിച്ചു കൈയിടണമെന്ന് ഞാൻ പറഞ്ഞത്. നീ വന്നപ്പോ തന്നെ കളിയാക്കിയല്ലോ. ജിൻഡോ കുടം എന്നൊക്കെ വിളിച്ചല്ലോ നീ. അതാണ് ഞാനിത് കൈയിടുന്ന സൂക്ഷിച്ചു വേണം. കവിതയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത തന്നെയാണ്. നല്ല കവിതയാണോ പാട്ടാണെന്ന് ഞങ്ങൾ അല്ല, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ചെയ്തൊരു സംഭവമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. അടിപൊളി ചേട്ടാ, ഇത് പാരഡി ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് ഇത് ഞാൻ പക്ഷെ മുന്നേ എഴുതിയാണ്, ഓണത്തിന് വേണ്ടി എഴുതിയാണ്. പാടാലോ? ഇനി വരുന്നാൾ മനസ്സറിഞ്ഞൊരു ഓണമുണ്ണാൻ സാധ്യമോ, നാടിൻ നന്മയതാശയം അതു നടക്കുകയില്ലതൊരതിശയം, ഇനി വരുന്നാൾ മനസ്സറിഞ്ഞൊരു ഓണമുണ്ണാൻ സാധ്യമോ,
ഇങ്ങനെ പോകണം കുറേ ഉണ്ട്. അജിത്ത് ഇപ്പൊ ഈ കണാരോണത്തിലൊരു മണിച്ചേട്ടനെ കുറിച്ചൊരു പാട്ട് എഴുതിയില്ലേ? ആ പാട്ട് എന്താന്ന് ഞാൻ പറയാന്നുള്ള പറഞ്ഞത്. മണിച്ചേട്ടനെ കുറിച്ച് മണിച്ചേട്ടൻ ആദരവ് കൊടുക്കുന്ന പാട്ട്. അത് മണിച്ചേട്ടന്റെ പാട്ടിന് തന്നെ പാരഡിയാണ്. പാരഡി. ജാഫർക്ക് അഭിനയിക്കുകയും ചെയ്തു. ജാഫർക്ക് അഭിനയിക്കും. എന്ത് ഫീൽ. ജാഫർക്ക് അഭിനയിച്ചപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫീൽ വന്നത്. ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം, നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അത് ഇങ്ങനെയായിരുന്നു, മറ്റേ മേലെ പടിഞ്ഞാറ് ഈ പാട്ടിന്റെ പാരഡി എടുത്താണ് ഇന്ന് ചെയ്തത്. മണിച്ചേട്ടനെ കുറിച്ച് ജാഫർക്ക് ഭയങ്കര ഫീൽ ആയിട്ട് പറയുന്ന ഒരു സീനാണ്. ഡയലോഗ് ഓർമ്മയുണ്ടോ ജാഫർക്ക് പറഞ്ഞത്? ജാഫർക്ക് പറഞ്ഞത് എന്റെ മനസ്സിലിപ്പോ വരുന്നുണ്ട്. ഇത് മണ്ണിനെ സ്നേഹിക്കുന്ന അല്ല കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവർ ആ പുള്ളി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന അവസ്ഥ അറിയാമോ എന്നൊക്കെ വെച്ചാൽ പുള്ളി ഭയങ്കര വേറെ ലെവലിൽ പുള്ളി കരഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ അത് സ്ക്രിപ്റ്റും ദിലീപ് കോട്ടയാണ്, സുബീഷുണ്ട്, ഞാനും കൂടി സ്ക്രിപ്റ്റ് ചെയ്തത്. അങ്ങനെ 3 പേരും കൂടെ സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോഷൻ വന്നപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു പീസ്, ഒരു ചെറിയ ഇത് കയറ്റാന്ന് പറഞ്ഞിട്ട് ആണ് എഴുതിയാണത്. മണ്ണിൻ്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറിഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ, ആരും കാണാ ദൂരത്താണെങ്കിലും ആ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ പറഞ്ഞ സാധനം. അത് വേറൊരു ഫീലാണ്. അത് ശരിക്കും കണാരോണം റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ചു ഈ പാട്ടാരെഴുതി കാരണം ഒത്തിരി പേര് എന്നെ ഞാൻ പറഞ്ഞു അജിത്താണ്. അത് അജിത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റികളൊന്നാണ് അല്ലേ? അല്ല, ക്വാളിറ്റി അല്ല, എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊന്നാണ്. കാരണം എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. എങ്ങനെയാണ് ഈ ഫീൽഡ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെ തോന്നി? ഇല്ല ചേട്ടാ, ഫീൽഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല തുടക്കം ഞാൻ പിടിച്ചിരുന്നാരല്ല ചോദിച്ചേ. എഴുതാൻ പറ്റിയിട്ടില്ല, അന്നും എഴുതുമായിരുന്നു ഞാൻ. ആരോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്? അതായത് വന്നതിൽ എനിക്ക് ഒരുപാട് പേരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. എന്തായാലും നീ എന്നെ കൊണ്ട് പോകുള്ളൂ എനിക്ക് ഉറപ്പല്ലേ. പിന്നെ കലാഭവൻ പ്രദീപ് ലാൽ ഭയങ്കര വഴിത്തിരിവായ ഒരു മനുഷ്യനാണ് എനിക്ക്. അതുപോലെ തന്നെ റസൽ ബാബു മിമിക്രിയിൽ സ്റ്റേറ്റിൽ, കോഴിക്കോട് റസൽ ബാബു സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് മിമിക്രിയിൽ ഫസ്റ്റ് പ്രൈസ് വെച്ചാണ് മൂപ്പര്. അവിടെ അത്യാവശ്യം നല്ല കോമഡി ഇതിന് ഏഷ്യാനിലൊക്കെ ഉണ്ടായിരുന്നു. പ്രദീപിനെ കുറിച്ച് അത് എടുത്തു പറയുന്നത് പ്രദീപിന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അധികം ഞാൻ അത് ഡാൻസർ ആയിരുന്നു. ഞാൻ V4 ഡാൻസ് കളിക്കോ? കണാരോണത്തിന്റെ ഡയറക്ടർ രാജീവേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു. അപ്പോൾ പ്രദീപേട്ടനാണ് എന്നെ ആ ട്രൂപ്പിലേക്ക് ഡാൻസിനെ വിളിക്കുന്നത്. അങ്ങനെ ഡാൻസിന് പോയി, ഡാൻസ് കളിച്ച് അവിടുന്ന് റസൽ ബാബുവാണ്. അപ്പം എനിക്ക് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മിമിക്രി ആയിരുന്നു. അങ്ങനെ മിമിക്രിയിലേക്ക് അവിടുന്ന് നീ എൻ്റെ ട്രൂപ്പിലേക്ക് വന്നിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് എത്തിയത്. എങ്ങനെയൊക്കെ പറഞ്ഞൂടെ. അജിത്ത് കോഴിക്കോട് ഡാൻസർ ആണെന്ന് നമ്മൾ അറിഞ്ഞു. അജിത്ത് കോഴിക്കോട് ഡാൻസ് നമുക്ക് കാണാം. അതിന് മുമ്പ് അജിത്തിനൊരു പണി കൊടുത്തിട്ട് ഞാനൊരു 10 രൂപ കിട്ടുന്നല്ലോ. എന്താണ് അവർ ടങ് ട്വിസ്റ്റ് നന്നാവും ഈ സമയത്ത്. ഇങ്ങോട്ട് നോക്കണേ? ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ഞാൻ ചിലപ്പോൾ സ്പീഡ് കുറച്ചായിരിക്കും പറയുന്നത്. അത് പറയാൻ പറ്റില്ല. നീ സ്പീഡ് എങ്ങനെ നിങ്ങൾ പറയുന്നു അതേ പറയാൻ പറയുള്ളൂ. അല്ലല്ല, നീ സ്പീഡ് കൂട്ടി പറയണം. ഇല്ല തെറ്റിക്കാൻ നിൽക്കില്ല. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകണത്. ഉത്രാടത്തിന് തെറ്റിക്കലായിട്ട് ഒരു മിനിറ്റ് അവിടെ ഇവനെ കൂടി ശല്യമല്ല. തെറ്റിക്കല്ലേ, ഞാൻ പറയുന്നത് കേട്ടോ. ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി. എന്താണ് ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി? അത് സ്പീഡിൽ പറയണം. ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി. ഉത്രാടത്തിനല്ല താത്രി. ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി. ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി. ഉത്രാടത്തിന് എന്തിത്ര വെപ്രാളം താത്രി. മൂന്നെണ്ണം വരെ. അത് ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും 3 നടക്കുള്ളൂ. മക്കളപ്പോ 2 അതിന് 3 നടക്കുമല്ലോ. പ്ലാനിങ് ഉണ്ട്. എന്തായാലും അയത്ത് കുഴപ്പമില്ല. അയത്ത് ഇതൊക്കെ ഒരു നമുക്കൊരു ഭിന്നതാരമായിട്ട് രസിക്കും, സന്തോഷമല്ല നമുക്ക്. ശരി, അപ്പൊ നമുക്ക് അജിത്തിന് ഡാൻസ് ഒന്നുണ്ടല്ലോ. അയത്തുള്ള ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല. അത് ഈ സമയത്ത് 2 സ്റ്റെപ്പ് കാണിച്ചാൽ നീ എങ്ങനെയാണ് ഒരു ഞാൻ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്നെ ഡാൻസ് മ്യൂസിക് പോലെ മ്യൂസിക് ഒന്നും വേണ്ട. അതാണ് ഇവിടെ എല്ലാവരും വിനോദ വിടാമങ്ങൾക്ക് ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. വിനോട്ടം ചോദിച്ചല്ല. ഇത് ഏകമുദ്ര. മറ്റു സാധനമുണ്ടല്ലോ, വേറെ സാധനമുണ്ടല്ലോ. അടിപൊളി. ഇത് അറിയാം, അതാണ് നമുക്ക് വേണ്ടത്.
അജിത്ത് ഇത്രയും നല്ല കലാകാരനാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ പാട്ട് നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ അജിത്ത് പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? ലോക്ക്ഡൗൺ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയ പ്രോജക്റ്റുകളെന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. പുള്ളിവെട്ട് എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോസസ്സ് നടന്നു. ബാക്കിയെല്ലാം നമുക്ക് അത് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. നീയാണ് പുള്ളി വെട്ടുന്നത്? ഞാനല്ല പുള്ളി വെട്ടുന്നത് വേറെ. കോമഡി വിജയിച്ചു അല്ലെങ്കിൽ ഞാൻ തോറ്റു പോയാനെ. ഞാൻ ചിരിച്ചിട്ടില്ലല്ലോ. വേണ്ട വിജയിക്കണേ. ചിരിച്ചിട്ട് നീ മാറ്റി പറഞ്ഞ അല്ലേ? ഞാൻ ചിരിച്ചിട്ടില്ല. ഞാൻ അതിങ്ങനെ കാണിച്ചു. അത് വിളിച്ചാണത്. ചിരിച്ചല്ല. അതിലൊരു പണി കൂടെ കൊടുത്തില്ല. അവന് അഹങ്കാരം കൂടല്ല. പണ്ടവൻ തീർന്നില്ലേ? അത് തീരില്ല. നിന്നെ കൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ. മിമിക്രി ചെയ്യുക. അടിപൊളി. മിമിക്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഷോയ്ക്ക് ഡബ് ചെയ്യാന്ന് പറയും. സ്കിറ്റുകളൊക്കെ ഡബ് ചെയ്യുമ്പം നടന്മാരെ ഏറ്റവും കൂടുതൽ അജിത്ത് നിന്നിട്ടാണ്. അജിത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാ സ്റ്റാറുകളുടെ ശബ്ദവും അനുകരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് അജിത്തിനെ പറ്റി പറയണേ? അജിത്ത് കോഴിക്കോട്. അപ്പോൾ അജിത്ത് നന്നായിട്ട് എനിക്ക് വേണ്ടിയിട്ട്, ഞാനൊരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇവൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അപ്പം നീ ഏതെങ്കിലും 1-2 സ്റ്റാറുകൾ അനുകരിച്ചാൽ? എനിക്ക് സ്റ്റാർ ചെയ്യാൻ നിനക്ക് ഇഷ്ടമുള്ള മിമിക്രി എന്താണ്? മിമിക്രി നമ്മളെന്താ വെറുതെ അറിയാത്ത കാര്യം ചെയ്യാം. അതാണ് വീണ്ടും താരം. ഇപ്പം ഒരുപാട് പേര് അത് കറക്റ്റ് ഡിറ്റോ സൗണ്ടായിട്ട് നമുക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ അറിയാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വന്നിട്ട് നിനക്ക് അറിയാവുന്ന ഡിറ്റോ മതി. സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറാണ്, പക്ഷെ ഒരു സംഗീത സംവിധാനമാണ്. ആയിക്കോട്ടെ. എം ജി രാധാകൃഷ്ണന്റെ വോയിസ്. എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ഉള്ള വോയിസ് ആണ്. അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്ന വോയിസ് ഉണ്ട്. ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയുടെ വന്ദേ മുകുന്ദ ഹരേ അതേ പാടി. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള. ഏതാണ്ട് സംഗീത പഠനം പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ ആകാശവാണിയിൽ എത്തുന്നത്. ആ കാലഘട്ടത്തിൽ ശാസ്ത്രീയ ഗാനങ്ങളിലാണ് ഒരുപാട് ചിട്ടപ്പെടുത്തുകയുണ്ടായത്. ശേഷം ലളിതഗാനങ്ങളിൽ ഞാൻ ഒരുപാട് മലയാളികൾക്ക് സമ്മാനിച്ചു. ദേവാസുരം എന്ന സിനിമയിൽ വന്ദേ മുകുന്ദ ഹരേ എന്ന് പറഞ്ഞ സോപാനത്തിൻ്റെ കുറച്ച് വരികൾ ഞാൻ അതിൽ ആലപിക്കുകയുണ്ടായി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്ന് മോഹൻലാൽ ഇരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗര്യ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്മാടി പൈകളുമെവിടെ ക്രൂരനിഷാദ സ്വരം കൊണ്ടു നീരുമെൻ നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥൻ്റെ കാൽക്കളിൽ കണ്ണീർ പ്രണാമം. അടിപൊളിയായിട്ട് സൂപ്പർ. നമ്മുടെ മിന്നൻ താരത്തിൽ ഒരു പണി കൂടെ കൊടുക്കാണ്ട് ഇനിയിപ്പം എന്തായിരിക്കും പണി? ഇവിടെ നിങ്ങളുടെ ഡ്രസ്സ് അലക്കണ പണിയാണ് ലാസ്റ്റ് വരുന്നത്. അതും ഉണ്ടാവും, പറയാൻ പറ്റില്ല. ടെലിബ്രാൻഡ് ഷോ അവതരിപ്പിക്കുക. അതെന്തത് ടെലിബ്രാൻഡ് ഷോ? ഇപ്പോൾ നമ്മുടെ ടെലിബ്രാൻഡ് ഷോ ഇല്ലേ, നമ്മുടെ ചാനലുകളിലൊക്കെ കാണുമല്ലോ. ഓക്കെ, നിങ്ങൾ ഈ നിൽക്കുന്ന ഈ സാധനത്തിന് എന്താണ് വില നിങ്ങൾക്ക് അറിയാലോ. ഇത് എടുത്തു കഴിഞ്ഞാൽ 1 എടുത്താൽ 2 ഫ്രീ ആണ്. ആ സാധനം വൃത്തിയായിട്ട് അവതരിപ്പിക്കുക. ഒരു പെൺകുട്ടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. എങ്ങനെ ഒരു പ്രോഡക്റ്റ്? നമസ്കാരം, ഈ നിൽക്കുന്ന ജിൻഡോയെ ഞാൻ വിൽക്കാൻ നിൽക്കുകയാണ്. എത്ര പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. വേണമെങ്കിൽ പൈസ ഇല്ലെങ്കിലും വേണ്ടില്ല, തരാം. കാരണം അത്യാവശ്യം ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പം ഇതിന് വെറും 0.00 പൈസ മാത്രമേ ഉള്ളൂ. ഒന്നെടുത്ത 3 ഫ്രീ. ഒന്നെടുത്ത 3 ഫ്രീ ആണ്. ആങ്കറിങ് ചെയ്യും, പിന്നെ വീട്ടുജോലി ചെയ്യും, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. ഓക്കെ, ബൈ. എന്റെടാ ഇത് വിളിച്ചടാ. ഇതാണ് മിന്നും താരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാരും ഇപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ അറിയാം, ഇവർ ഒരാൾക്ക് ഒരു കാര്യം എന്നോട് എല്ലാവരും വന്ന് ചോദിക്കുക, എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, എൻ്റെ അടുത്ത് ഒന്ന് നിന്നാൽ മതി എന്ന് പറയും. പണി അപ്പം കൊടുക്കുക. അതാണ് നമ്മുടെ മിന്നും താരം. അയത്തെ സന്തോഷമായോ? ഒരുപാട്. ഓക്കെ, അയത്തിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം
ചുമ്മാ പറയുന്നതല്ല കേട്ടോ സന്തോഷം. എല്ലായിടത്തും പോയിട്ട് നമ്മൾ വളരെ സന്തോഷം, എല്ലാ സ്റ്റേജിലും പോകുമ്പോൾ വളരെ സന്തോഷം. നമുക്ക് ദുഃഖമായിരിക്കും ബാക്കിൽ, പക്ഷേ ഇതിൽ വന്നപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസത്തിന് ശേഷം കാണാൻ പറ്റി, എല്ലാവരുമായിട്ടൊന്ന് കാണാൻ പറ്റി. ഇപ്പം ചെറിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പം വീണ്ടും അപ്പം അങ്ങനത്തെ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള സങ്കടമായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ നമ്മൾ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിരിയും കളിയും അത് ഭയങ്കര രസമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അനുഭവിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മിന്നും താരം ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് അജിത്ത് ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അതിന് ഇഷ്ടമുള്ള പാട്ട്. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിന് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച പാട്ടുകളെന്ന് പറഞ്ഞാൽ കുറേ എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ. എനിക്ക് തോന്നിയതായിരിക്കും. കാരണം മണിച്ചേട്ടനോടൊപ്പം ഞങ്ങളെല്ലാം യാത്ര ചെയ്ത ആൾക്കാരാണ്. ഒരുപാട് എന്താ മിസ് ചെയ്യുന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ മിന്നും താരത്തിൻ്റെ വേദിയിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും മണിച്ചേട്ടനെ കുറിച്ചൊന്നും പറയാണ്ട് ഇവിടുന്ന് ആരും പോയിട്ടില്ല. അങ്ങനെ പറയാണ്ട് പോകാൻ പറ്റില്ല കേട്ടാ. എല്ലാവരുടെയും ജീവിതത്തിൽ മണിച്ചേട്ടനൊരു ഇതല്ലേ ഒന്ന് കൈതൊട്ടുണ്ടാവും. എനിക്കറിയാം. ഞാൻ ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് പൈസ അയച്ചു തന്നതും കുറേ സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ പാട്ട് അജിത്ത് സങ്കടപ്പാട്ട് പാടല്ലോ, സന്തോഷപ്പാട്ട്. മണിച്ചേട്ടൻ്റെ ഒരു നല്ല പാട്ട്. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നീലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണ്, മാനത്തെ വെള്ളി നീലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണ്. ചേലുത്ത മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. ചേലുത്ത മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. എനിക്കുമുണ്ടേ. ഈ സ്റ്റെപ്പ് എന്താ പറയുക, ഞാൻ ഇതിനോട് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ മണിച്ചേട്ടൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ ഒരു തുടക്കമാണ് കാണിച്ചത്. എന്തായാലും ഇത്രയും നേരം അജിത്ത് കോഴിക്കോടെന്ന ഈ അനുഗ്രഹീതനായ കലാകാരൻ പുതിയൊരു താരമായി മാറാൻ വേണ്ടി സിനിമയായിട്ടും അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലയാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ പല മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ അജിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ ഒരു കൈമുദ്രകൾ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ കൊറോണയൊക്കെ മാറി തിരക്കുള്ളൊരു വലിയൊരു ആളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിലെ മിന്നും താരവുമായി വന്ന അജിത്ത്, അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. പുതിയൊരു താരവുമായി, പുതിയൊരു വിശേഷങ്ങളുമായി, പുതിയൊരു മിന്നും താരവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.